ഹായ് ഡീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീട്ടിലെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. അപ്പോൾ നീണ്ട ഒരു 3 ആഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾ വീട്ടിലെത്തിയതാണ്. വീട്ടിൽ വന്നപ്പോൾ ഇവിടെ കുറേ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടു. മാവും കടലാസ് റോസൊക്കെ പൂവിട്ട് നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ആമ്പലുകളിലും ചെടികളിലൊക്കെ പൂവിട്ട് എന്താ പറയുക, നല്ല മനോഹരമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് തോന്നി കേട്ടോ. കാരണം കുറേ ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നപ്പോഴാണ് വീട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഫീൽ വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആ ചെടികളിലൊക്കെ നിറയെ പൂവിട്ട് നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഈദായിട്ട് നമ്മൾ വിചാരിച്ചു വീട്ടിൽ തന്നെ ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ എല്ലാവരും ഒത്തുകൂടിയതല്ലേ. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ നമ്മൾ ഇന്നൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞു ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ. അമ്മയാണ് ഫുള്ളായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ചിക്കൻ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ചിക്കൻ മതി, ചിക്കൻ ബിരിയാണി മതി എന്ന് പറഞ്ഞു. അപ്പോൾ യുവമാർക്കൊക്കെ ബീഫാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ എന്താ പറയുക, ചിക്കൻ ആകുമ്പോൾ എല്ലാവർക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ വാങ്ങിയിട്ട് അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് മസാലയൊക്കെ പുരട്ടി വെക്കാം. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്തിട്ടാണ് ഈ ഒരു ചിക്കൻ കറി വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് കുരുമുളക് പൊടി നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ആക്കുന്നത്. കാരണം വലിയ കഷ്ണങ്ങളായതുകൊണ്ട് തന്നെ ഇത് ഫ്രൈ ആയിട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ നമ്മളിതൊന്ന് ഒന്ന് വേവിച്ചെടുക്കും. കാരണം ആ കഷ്ണങ്ങളൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് മസാലയൊക്കെ പുരട്ടി ഒന്ന് വെച്ചതിന് ശേഷം ഇത് ഒന്ന് എന്താ പറയുക വേവിച്ചെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് ശ്യാമു ആതിരേക്ക് ഇവിടെ സവാള കട്ട് ചെയ്യണം. ഞാനപ്പോൾ ബിരിയാണി റൈസ് ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഓരോ ടാസ്ക് ഓരോരുത്തർക്ക് കൊടുത്തോണ്ട് തന്നെ പെട്ടെന്ന് പണി തീരും കേട്ടോ. അപ്പോൾ ഉണ്ണിക്കണ്ണന്മാർ ഒരു സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയിട്ട് വന്നിട്ടില്ല. അതുകൊണ്ടാണ് അവന്മാർ ഈ വീഡിയോയിൽ ഇല്ലാതെ ഇടാം. അപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പണി പെട്ടെന്ന് തീരുകയും ചെയ്യും, നമുക്ക് ഫുഡ് പെട്ടെന്ന് റെഡി ആവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ സവാളയൊക്കെ കട്ട് ചെയ്തു. ഇനി നമുക്ക് അരി ഈ ടൈമിൽ വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. നെയ്ച്ചോറ് ഒഴിച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നെയ്യ് ഒഴിച്ചതിന് ശേഷം കറുകപ്പട്ട ഇട്ട് കൊടുത്ത് ഈ ഒരു ചെറിയ നെയ്ച്ചോറിൻ്റെ റൈസാണ് യൂസ് ചെയ്യുന്നത്. അത് ഇട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക, അധികം വെന്ത് പോകരുത്. അപ്പോൾ അങ്ങനെ അത് നമ്മൾ ആ ഒരു അടുപ്പിൽ സെറ്റാക്കി ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ സവാള ഒന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ഇത് നമ്മുടെ റൈസിന് വേണ്ടിയിട്ടുള്ള സവാള കേട്ടോ. അപ്പോൾ നമ്മൾ സവാള അങ്ങനെ എന്താ പറയുക ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്കിനി വേവിച്ച് വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതങ്ങനെ ചിക്കനൊക്കെ എണ്ണയിലിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തു. ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ആ ഒരു ചിക്കൻ വറുത്ത എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചെറു കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തിരിക്കുന്ന സവാളയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നതിന് ശേഷം ഇതിനകത്തേക്ക് ആവശ്യമായ മസാല ചേർത്ത് കൊടുക്കുക. ചിക്കൻ മസാല, മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ചിക്കൻ വേവിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ചിക്കൻ പീസ് ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡിയായി. അപ്പോൾ ഇതിലേക്ക് വേപ്പില, മല്ലിയില എന്നിവ ചേർത്ത് കൊടുക്കാവുന്ന കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചിക്കൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. അപ്പോൾ റൈസ് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചതാണ്. അപ്പോൾ നമുക്കിനി അതൊന്ന് മിക്സ് ആക്കിയാൽ മതി. അപ്പോൾ റൈസിലേക്ക് ആവശ്യമായ കശുവണ്ടി, കിസ്മിസ് എന്നിവ നെയ്യിൽ നന്നായിട്ട് എടുത്തതിന് ശേഷം റൈസ് ഒരു പാത്രത്തിലേക്ക് പകർത്തി ലെയറായിട്ടാണ് നമ്മൾ കാഷ്യൂ, കിസ്മിസ്, അതുപോലെ കറുകപ്പട്ട എന്നിവ നെയ്യിൽ ഒന്ന് ഫ്രൈ ആക്കി എടുത്തത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ മിക്സ് ചെയ്തു. അങ്ങനെ നമ്മൾ ഓരോ ലെയറായിട്ട് കാഷ്യൂ, കിസ്മിസ്, കറുകപ്പട്ടയൊക്കെ ചേർത്ത് അതിന് മുകളിൽ ചോറായിട്ട് ഇങ്ങനെ ലെയറായിട്ട് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന സവാളയും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ എന്താ പറയുക നെയ്ച്ചോറ് റെഡിയായി, ചിക്കൻ കറി റെഡിയായി. നമുക്ക് വേണ്ടത് സാലഡാണ്. അപ്പോൾ സാലഡിന് വേണ്ടി നമ്മൾ സവാളയും ക്യാരറ്റൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്.
അങ്ങനെ സാലഡിനുള്ള കഷ്ണങ്ങളൊക്കെ റെഡിയായി അതിലേക്ക് തൈരും കൂടി ഒഴിച്ചു കൊടുത്തു. അപ്പം നമ്മുടെ ഇന്നത്തെ ഫുഡ് പെരുന്നാൾ സ്പെഷ്യലായിട്ടുള്ള ബിരിയാണി, ചിക്കൻ കറി, സാലഡ് ഒക്കെ റെഡിയായി. അങ്ങനെ നമ്മൾ ഇലയൊക്കെ എടുത്ത് ഇലയൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടി ഒത്തുചേരുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നല്ല നമുക്കിഷ്ടപ്പെട്ട ഫുഡും കൂടി കഴിക്കുമ്പോൾ നമുക്ക് ഇരട്ടി സന്തോഷം തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇലയൊക്കെ ഇട്ട് ഫുഡൊക്കെ വിളമ്പി. അപ്പോൾ അമ്മൂൻ്റെ ചേട്ടനും കസിൻ ചേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചാണ് ഇന്ന് ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ഒരു വർഷത്തെ പെരുന്നാൾ ഞങ്ങൾ ഇതുപോലെ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി ഇഷ്ടപ്പെട്ട ആളുകളുടെയൊക്കെ ഒപ്പം കൂടുതലൊരു സന്തോഷം നൽകുന്ന ദിവസം തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് മുബാറക്. അപ്പോൾ എന്താ പറയുക, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.